ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് ചോറും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റും ലെയറുമായ ഒരു സ്പെഷ്യൽ പൊറോട്ട ഉണ്ടാക്കാനാണ്. സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ധാരാളം സമയമെടുക്കും. എന്നാൽ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്നും ഈസിയായും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഈ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനാവശ്യമായ ഉപ്പും ഒരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആ ചോറൊക്കെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടണം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. പിന്നീട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം ഞാനിതിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി മൈദപ്പൊടി വേണ്ടവർക്ക് മൈദപ്പൊടി എടുത്തിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. പിന്നീട് ഞാൻ 2 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ചപ്പാത്തീൻ്റെ പലകൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. വടി ഉപയോഗിച്ചിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇത് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പൊറോട്ടമാതിരി നല്ല ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തൂവി കൊടുക്കണം. എല്ലാ സൈഡിലും ആകത്തക്ക രൂപത്തിൽ വേണം നമ്മൾ ഓയിൽ പുരട്ടി കൊടുക്കാൻ. അപ്പോഴേ നമുക്ക് ലെയറായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നീട് ഇതിൻ്റെ മീതെ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ വിതറി കൊടുക്കണം. ആ ഓയിലിൻ്റെ മേതെ എല്ലാ സൈഡിലേക്കും ആകണം. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. നമ്മളിങ്ങനെ ഇത് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് എത്ര വലിപ്പത്തിലുള്ള പൊറാട്ടയാണോ വേണ്ടത് ആ വലിപ്പത്തിൽ നമുക്കിങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഓരോ പീസും എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ഓരോ പീസും എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മെല്ലെ പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് ഒരു പീസ് എടുത്തിട്ട് മെല്ലെ പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ മെല്ലെ പരത്തിയെടുക്കും. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഒന്ന്. ഇനി ഞാൻ ഒന്നും കൂടി പരത്തുന്നുണ്ട്. നമ്മൾ പരത്തുന്ന സമയത്ത് മെല്ലെ പരത്തണം. കുറച്ച് പൊടിയിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് ഒരു പാൻ ചൂടായ ശേഷം പാനിലിട്ടത് ചുട്ടെടുക്കാം. പൊറാട്ട ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. വേണ്ടവർക്ക് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ ഒന്നും കൂടി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നിങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ ശേഷം നമുക്കത് പെട്ടെന്നായി കിട്ടും.
ഈ പൊറോട്ട നല്ല ഒരു സോഫ്റ്റ് പൊറോട്ടയാണ്. നമ്മൾ ഈ ചോറും മുട്ടയൊക്കെ ചേർത്തത് കൊണ്ടാണ് നല്ല സോഫ്റ്റല്ല ലെയറുമാണ്, സോഫ്റ്റും ലെയറുമായ നല്ല പൊറോട്ടയാണിത്. കണ്ടില്ലേ, അത് ലെയറൊക്കെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.